KSRTCയുടെ ബസ് ഫ്ലീറ്റിന്റെ നിലവാരമുയർത്തുന്നതിനും യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനും കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും ആയ യാത്ര ഒരുക്കുന്നതിനും ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ട ബസ്സുകൾ നിരത്തിലിറക്കി. 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിച്ചു. കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാവുന്ന ബസ്സുകളെ തിരഞ്ഞെടുക്കുകയും അവയുടെ വിവിധ ഭാഗങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി കൂടുതൽ മികച്ച നിലയിലേക്ക് കൊണ്ടുവരികയുമാണ് റീഫർബിഷ്മെന്റ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ BS3, BS4 കാറ്റഗറിയിൽ വരുന്ന ബസ്സുകളെയാണ് റീഫർബിഷ് ചെയ്യുന്നത്. പലതും കുറച്ച് പഴയ 8-10 വർഷമൊക്കെ പഴയ ബസ്സുകൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ ഒന്ന് പുതുക്കിയെടുക്കുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എല്ലാ അർത്ഥത്തിലും പുതുക്കുകയാണ്. എനിക്കതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് മൊത്തം അഴിച്ച് പണിയുക അല്ലേ, ഒരു അഴിച്ചു പണി, ഒരു കായകൽപ്പ ചികിത്സയാണ് ഇപ്പോൾ ബസ്സുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് പുതിയ ബസ് വാങ്ങിക്കുന്നതിൻ്റെ 10% പോലും പൈസ ചിലവാവില്ല അല്ലേ MD? പുതിയ ബസ്സിൻ്റെ 10% പോലും ചിലവാവില്ല.